എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജോ രാജകുമാരി. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുല്ലക്കാനത്താണുള്ളത്. മുല്ലക്കാനത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ഏക്കറോളം സ്ഥലത്താണ് ഇങ്ങനെ ചെണ്ടുമല്ലിയുടെ വിസ്മയകരമായ ഒരു കൃഷിയുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അജയൻ ചേട്ടനാണ്. ഈ കൃഷിയും അതിൻ്റെ പരിപാലനവും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയൻ ചേട്ടാ നമസ്കാരം. കൊച്ചുമുല്ലക്കാനത്ത് ഇങ്ങനെ ഈ വീടിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ശരിക്കും വിസ്മയിപ്പിക്കുവാണ്. ചെണ്ടുമല്ലിയാണ് അല്ലേ ഇത്? ചെണ്ടുമല്ലിയാണ്. ഇത് എത്ര സ്ഥലത്താണ് ഇത് ചെയ്താക്കുന്നത്? അരയേക്കറോളം സ്ഥലത്താണ് ചെണ്ടുമല്ലി സൂര്യകാന്തി ആയിട്ട് ചെയ്തിരുന്നത്. സൂര്യകാന്തി അവിടെ കഴിഞ്ഞു. ഇതിപ്പോ എത്ര നാളായി ഇതിപ്പോ ഇങ്ങനെ പരിപാലനം തുടങ്ങിയിട്ട്? ഞാൻ ജനുവരിയിലാണ് ചെടി നട്ടത്. ചെടി പാകി മുളപ്പിച്ച് നടുകയായിരുന്നു. ജനുവരി നട്ടു. ഒരു 2 മാസമായിട്ട് നമ്മളിപ്പോ നിൽക്കുന്ന ശരിക്കും ശ്രീനാരായണപുരത്തോട് അടുത്താണ് അല്ലേ? ശ്രീനാരായണപുരത്തോട് അടുത്ത്, ഇവിടുന്ന് 1 കിലോമീറ്റർ ശ്രീനാരായണപുരം വാട്ടർഫാൾസിന്റെ അവിടെ. ശരിക്കും എന്താ ഇങ്ങനെ ഒരു തീരുമാനം? അരേക്കറോളം സ്ഥലം മറ്റുള്ള കൃഷികൾക്ക് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ കടന്നതാണ്. അപ്പൊ ഈ ചെണ്ടുമല്ലി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എങ്ങനെ ഉണ്ടായത്? ശരിക്കും കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ഇവിടെ വന്ന് ഇത്തിരി ഇരിക്കാറൊക്കെ ഉണ്ട്. അപ്പം നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം എന്ന് തോന്നിയത് കൊണ്ട്, അതുപോലെ തന്നെ ഈ ചെടി കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ശരിക്കും ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഒരുപാട് വ്യൂ പോയിന്റ് കാണുന്നുണ്ടല്ലേ? ശരിക്കും ഈ മലനിരകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം ഏതാന്ന്? നമുക്ക് അവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അത് ആനപ്പാറ റിസോർട്ട് ഒക്കെ ഉള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാടുകാണി, പൊന്മുടി നാടുകാണി ഉണ്ട്. അതുപോലെ തന്നെ വെള്ളത്തൂല്, തർച്ചൂന്ന്, വെള്ളത്തൂലിന്റെ ഭാഗമല്ല മലനിരകളാണ് നമുക്ക് കാണുന്നത് അല്ലേ? പ്രധാനമായിട്ട് നമുക്ക് അസ്തമയം ഇവിടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും അല്ലേ? ശരിക്കും ഇതിന്റെയൊക്കെ പരിപാലന രീതികളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? പരിപാലനം ഞാനൊരു വിത്ത് മുളപ്പിച്ച്, ഓൺലൈനിൽ വിത്ത് മേടിച്ച് മുളപ്പിച്ച് നടുകയായിരുന്നു. വിത്ത് നട്ട് ചെടികൾ ഏതാണ്ട് 2 അടി അകലത്തിൽ പറിച്ചു നട്ടു. അപ്പോൾ അടിവളമായിട്ട് ചാണകം കൊടുത്തു. ചാണകവും പിണ്ണാക്കും കൂടെ കൊടുത്തായിരുന്നു. അതിനുശേഷം യൂറിയ 2-3 ലിക്വിഡ് യൂറിയ അടിച്ചു കൊടുത്തു. പിന്നീട് ഫാക്ടംബോസ് 2 പ്രാവശ്യം ഫാക്ടംബോസ് കൊടുത്തു. പിന്നെ നന ഇട്ടിട്ടുണ്ട്, നെറ്റ് ചെയ്തിട്ടുണ്ട് നനയ്ക്കുന്നതിന് വേണ്ടി. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ തന്നെ കാണാം വലിയൊരു പരിശ്രമം. ശരിക്കും ഒരു ചെരുവ് പ്രദേശം മുഴുവൻ ഇങ്ങനെ ചെണ്ടുമല്ലി നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അതിന്റെ സമീപത്തായിട്ട് നിറയെ മറ്റേ സൺഫ്ലവർ അല്ലേ ധാരാളം നിൽക്കുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ കാണുവാനായിട്ട് ആൾക്കാർ എത്തുന്നുണ്ടോ നിലവിൽ? കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്. ആളുകൾ ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആളുകൾ ഇതിനെ കുറിച്ച് അറിഞ്ഞു വരുന്നു. ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ കൂടുതൽ ആളുകളൊക്കെ വരുമ്പോ അത് നശിപ്പിക്കാതെ നോക്കുകയൊക്കെ ചെയ്യണം. വല്ല ഫീസുകളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ടോ നിലവില്? അങ്ങനെ ഇപ്പൊ തൽക്കാലം ഒന്നുമില്ല. ഒരു കാഴ്ച, സൗജന്യമായ നല്ലൊരു കാഴ്ച കൊടുക്കുക, ആളുകൾക്ക് ഒരു കാഴ്ച ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം. പിന്നെ ആളുകൾ വരിക, ഇതൊരു നല്ല പോയിന്റ് ആണെന്നുള്ള കാര്യം, ഒരു പോയിന്റ് ഒക്കെ ആണെന്നുള്ള കാര്യം ആളുകൾ മനസ്സിലാക്കുക. പിന്നെ ഈ ചെടികളൊക്കെ പിന്നീട് വിപുലമായിട്ട് കൂടുതലായിട്ട് എത്തിക്കാനാണല്ലോ അല്ലേ? ഇപ്പൊ വ്യാപകമായിട്ട് ഇതിന്റെ വിത്തുകളൊക്കെ ഓൺലൈനിൽ ലഭിക്കുന്നുണ്ടോ? ഓൺലൈനിൽ ലഭിക്കുന്നുണ്ടല്ലേ? ഒത്തിരി പൈസകളൊക്കെ കൊടുക്കണോ ഇതിന്? ഇതിന് നല്ല വിലയുണ്ട്. ഇതിന്റെ വിത്തിന് നമുക്ക് വിത്തിന് 1 രൂപ മുതൽ മേളിലോട്ടാണ് വില. തൈക്ക് കിട്ടുന്നതാണെങ്കിൽ തൈയാണെങ്കിൽ നമുക്ക് 5 രൂപ മുതൽ മേളിലോട്ടാണ് വില. നമുക്കിപ്പോ ഇതിൽ നിന്ന് നിലവില് വിത്തുകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഈ പ്രാവശ്യം മുതൽ നമുക്ക് ഇതിന്റെ വിത്ത് തന്നെ എടുത്ത് നടാൻ കഴിയും. പിന്നെ നമ്മൾ വിത്തെടുത്ത് നടുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, എങ്കിലും നമുക്ക് ഇതിന്റെ വിത്തെടുത്ത് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ധാരാളം മഴയെല്ലാം ലഭിച്ചതുകൊണ്ട് ഇപ്പൊ നന സംവിധാനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ അല്ലെ? ആദ്യമൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു അല്ലേ? ചെടി വെച്ചപ്പോൾ മുതൽ വെക്കുന്നതിന് മുമ്പ് തന്നെ നനച്ചതിന് ശേഷമാണ് ചെടി വെച്ചത്. ഇപ്പൊ നമുക്കിപ്പോ തന്നെയുള്ള പരിപാലനമാണോ അതോ വേറെ ആളുകളെല്ലാം വെച്ചിട്ടുള്ള സംഭവങ്ങളാണോ കൂടുതൽ? ആദ്യം തുടക്കത്തിലൊക്കെ ഇവിടെ കാടായിരുന്നു, അല്ലെ വെട്ടി തെളിക്കാനൊക്കെ വേണ്ടിയിട്ട് ജോലിക്കാരുണ്ടായിരുന്നു. നിലവിലൊക്കെ വന്ന് ചെയ്തല്ലേ? നിലവിൽ കാർഷിക മേഖലയിൽ തന്നെയാണോ പ്രവർത്തനം ആണല്ലേ? ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ശ്രീനാരായണപുരം തൊട്ടടുത്താന്ന് പറഞ്ഞില്ലേ? എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? 1 കിലോമീറ്റർ ദൂരമുള്ളൂ അല്ലേ? ശ്രീനാരായണപുരം വാട്ടർഫാൾസിന്റെ അടുത്തേക്ക്. അവിടെ നിന്നുള്ള സഞ്ചാരികളൊക്കെ ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള കാര്യമാണോ? ഒന്നതിൻ്റെ അകത്ത് പ്രധാന പ്രശ്നം റോഡിന്റെ ഒരു വലിയ കുഴപ്പമുണ്ട്. റോഡെല്ലാം മോശമായി കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ആ റോഡ് നന്നാക്കി വന്നു കഴിഞ്ഞാൽ ഈ ജീപ്പുകളൊക്കെ കയറി വരും. അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും കയറി വരാൻ കഴിയുന്ന സാധ്യതകൾ നല്ല രീതിക്കുണ്ട്. ഇപ്പൊ ഇവിടേക്കാണെങ്കിൽ പോലും ഒരുപാട് റിസോർട്ടുകളൊക്കെ നമ്മുടെ സമീപത്ത് എത്തിയിട്ടുണ്ടല്ലേ? അവിടെയൊക്കെ വരുന്ന സഞ്ചാരികളെയൊക്കെ എത്തിക്കുവാണെങ്കിൽ വലിയൊരു ഫോട്ടോഷൂട്ടിനൊക്കെ വലിയ സാധ്യതയുള്ള സംഭവങ്ങളാണ് ശരിക്കും. ഈ ചെടി നമ്മൾ മുളപ്പിച്ച് കഴിഞ്ഞ് മുളയ്ക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തിനുള്ളിൽ മുളച്ചു വരും. മുളച്ചു വന്നു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ നമ്മളത് പറിച്ച് നടേണ്ടതുണ്ട്.
അതുപോലെ തന്നെ ഇതൊരു 40 ദിവസം ആകുമ്പോൾ പൂവായി തുടങ്ങും. നമുക്കൊരു 3 മാസം മുതൽ 4 മാസം വരെ ഇതിന്റെ പരിചരണം അനുസരിച്ച് നമുക്ക് ഈ ചെടി നിൽക്കും. നിൽക്കൂലേ? പിന്നെ പാടെ ഇത് മണ്ണോട് ചേരുവാണോ ചെയ്യണേ? പിന്നെ അത് നശിച്ചു പോകും. നശിച്ചു പോകത്തുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് വിത്തൊക്കെ ഇത് പറിച്ചെടുക്കാം. ചില ചെടികളുടെ വിത്ത് നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ കഴിയില്ല. ഹൈബ്രിഡിന്റെ ഹൈബ്രിഡ് ഉണ്ടല്ലേ അല്ലേ? അപ്പൊ അത് ഇത്രയും കാലം നിൽക്കുകയില്ല. ഒരു റൗണ്ട് പൂവായി അത് പോകും. നമുക്ക് മുടക്ക് കൂടുതലാണ്. എന്തായാലും വളരെ സന്തോഷം. കാരണം അരേക്കറോളം സ്ഥലത്താണ് ഇങ്ങനെ ചെണ്ടുമല്ലിയുടെ ഇങ്ങനെ വിസ്മയമായി പൂത്തു നിൽക്കുന്നത് കാണുന്നത്. ഇതെല്ലാം സഞ്ചാരികളിലേക്ക് ധാരാളം എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു വലിയൊരു പരിശ്രമമാണ്. അതിനും ആശംസകൾ നേരുന്നു.